ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് അസാധാരണ വൈകല്യങ്ങളോട് ജനിച്ച കുഞ്ഞിനെ വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരത്തെ ചികിത്സയിൽ പുരോഗതിയില്ലാത്തതിനാലും അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാലുമാണ് ആശുപത്രി മാറ്റം. രഘുനാഥ് നാരായണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, ഗുഡ് മോർണിംഗ്. ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. എന്താണ് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി? തുടർ ചികിത്സ ഇനി എങ്ങനെയായിരിക്കും? വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് കുഞ്ഞിനെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. 80 ദിവസത്തോളം അവിടെ ചികിത്സിച്ചിട്ടും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതിയില്ല എന്ന് മാത്രമല്ല, കുഞ്ഞിൻ്റെ അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നത്. കുഞ്ഞിൻ്റെ അച്ഛൻ അനീഷ് ഉണ്ട് എന്നോടൊപ്പം. അനീഷെ, സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയുണ്ട്. കുഞ്ഞിൻ്റെ അവസ്ഥ പുരോഗതിയായിട്ടൊന്നുമില്ല. പിന്നെ സുറുമിക്ക് വയ്യാതെ വന്നതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് കിടക്കാനായിട്ട് സ്ഥലമില്ല. ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ചോദിച്ചപ്പോഴത്തേക്ക് കിടക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എഴുതി വെച്ചിട്ട് സുറുമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. സുറുമി ഇവിടെ വന്നപ്പോഴത്തേക്ക് സ്റ്റേബിൾ ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല. കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥ നിലവിൽ എങ്ങനെയാണ്? കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥ പോയതുപോലെ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അല്ലാതെ പുരോഗതിയായിട്ടൊന്നും പറയാനില്ല. എന്താ ഡോക്ടർമാർ പറയുന്നത്? ഇത്ര അനോമലീസ് ഉള്ളതുകൊണ്ട് ഈ രീതിയിലൊക്കെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ നമുക്ക് മാക്സിമം നോക്കാം എന്നാണ് അവർ പറയുന്നത്. ഈ 2 ഡോക്ടർമാർക്കെതിരെ ഒരു നടപടിക്ക് ശുപാർശ വന്നിട്ടുണ്ട്. പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാബ് കൂട്ടിക്കണ്ടേ. ഡോക്ടർമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടും അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും അവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ. റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എത്ര ദിവസമായി? എനിക്ക് കോപ്പി കിട്ടിയത് മെനഞ്ഞാന്നാണ്. അതിന് മുമ്പായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. പിന്നെ ഇതുവരെ അതിനെക്കുറിച്ചുള്ള തീരുമാനമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അവരെ സംരക്ഷിക്കട്ടെ. ശിശുക്ഷേമ വകുപ്പിൽ വിളിച്ചിട്ട് കുഞ്ഞിനെ നോക്കാനായിട്ടൊരു ബൈസ്റ്റാൻഡർ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ പറഞ്ഞ എന്നെ സർക്കാർ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറഞ്ഞു. അതും പറ്റില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ആലപ്പുഴയ്ക്ക് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് എന്താ ആരോഗ്യ പ്രശ്നമാണ്? കുഞ്ഞിൻ്റെ അമ്മ ഇത്രയും 10-77 ദിവസമായിട്ട് ICU കുഞ്ഞിൻ്റെ ഈ അവസ്ഥയും കാണുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ കുഞ്ഞിൻ്റെ അച്ഛൻ അനീഷാണ് നമ്മൾ സംസാരിച്ചത്.